വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം 2 ദിനവൃത്താന്തം 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 16 അധ്യായം 33 വാക്യം. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. യഹൂദ രാജാവായിരുന്ന ആസയുടെ 38 ആണ്ടിൽ ആഹാബ് ഇസ്രായേലിൻ്റെ 6ാമത്തെ രാജാവായി ഭരണം ഏറ്റെടുക്കുന്നു. ആഹാബ് എന്ന പേരിൻ്റെ അർത്ഥം പിതൃ സഹോദരൻ എന്നതാണ്. ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും മോശപ്പെട്ട രാജാവ് എന്ന പേരിന് അർഹൻ ആയി തീർന്നവനാണ് ആഹാബ്. അദ്ദേഹം BC 875 മുതൽ 54 വരെയുള്ള കാലഘട്ടത്തിൽ ആയിരുന്നു ഇസ്രായേലിൽ രാജ്യം ഭരിച്ചിരുന്നത്. ആഹാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1 രാജാക്കന്മാർ 16 അധ്യായത്തിലാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പുറം ജാതിക്കാരുമായുള്ള ബന്ധം ദൈവം വിലക്കി എന്നിരിക്കെ പുറം ജാതിക്കാരനായ സീദോന്യ രാജാവായ എത്ബാലിൻ്റെ മകളായ ഇസബേലിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. പുറജാതിക്കാരിയായ ഇസബേലിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ബാലിന് ക്ഷേത്രം പണിയുകയും ക്ഷേത്രത്തിലേക്ക് ബലിപീഠമുണ്ടാക്കി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും അശേര പ്രതിഷ്ഠ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ ആഹാബ് ദൈവത്തിൻ്റെ അനിഷ്ടത്തിന് കാരണക്കാരനായിട്ട് തീർന്നു. കൂടാതെ ആഹാബ് രാജാവ് ദൈവത്തെ മറന്ന് ജീവിക്കുകയും ദൈവകൽപ്പനകൾ ലംഘിക്കുകയും ചെയ്തതിലൂടെ ആ ദേശം മുഴുവനും കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദേശത്ത് മഴ പെയ്യാതെ കഠിനമായ വരൾച്ചയും അതിലൂടെ അതിക്രൂരമായ ക്ഷാമവും ഉണ്ടായി എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തെയും ദൈവകൽപ്പനകളെയും മറന്ന് ജീവിക്കുകയും ഏറ്റവും ദുഷ്ടനും ആയിരിക്കുകയും ചെയ്ത ആഹാബിൻ്റെ അന്ത്യവും ദൈവം പ്രവാചകൻ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അതിഭയാനകം തന്നെ ആയിരുന്നു. യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ സഹായത്തോടെ യുദ്ധത്തിന് പോയ ആഹാബ് മുറിവേറ്റ് രഥത്തിൽ നിന്ന് വീണു മരിക്കുകയും രഥം ശമര്യയിലെ കുളത്തിൽ കഴുകിയപ്പോൾ അവൻ്റെ രക്തം നായ്ക്കൾ നക്കുകയും ചെയ്തു എന്ന് 1 രാജാക്കന്മാർ 22 അധ്യായത്തിൻ്റെ 38 വാക്യത്തിൽ പറയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 50:22 സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയുമില്ല എന്ന്. അതിനാൽ നാം ഓരോരുത്തരും ദൈവകോപത്തിന് പാത്രമായി തീരാതെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയ കർത്താവേ, ആഹാബ് രാജാവിനെ പോലെ ദൈവകോപത്തിന് പാത്രരായി തീരാതെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.